മാതൃദിനത്തോട് അനുബന്ധിച്ച് അമ്മയ്ക്കൊരു കത്തെഴുതാനായിട്ട് അവിടെ ബിഗ് ബോസ് അവർക്ക് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ കത്ത് ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും അത് അഭിഷേക് എഴുതിയ കത്ത് തന്നെയാണെന്ന്. കാരണം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ അവസാനമായി അമ്മയെ കണ്ടത് എന്നാണ് അഭിഷേക് പറയുന്നത്. ആ അമ്മയ്ക്കാണ് അഭിഷേക് അവിടെ ഇരുന്ന് കത്തെഴുതിയത്. തനിക്ക് എഴുതാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. അമ്മയുടെ പേരിൽ എനിക്ക് സെന്റി അടിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിന്റെ പേരിൽ സെന്റി അടിച്ചുകൊണ്ട് ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് അഭിഷേക് അവിടെ പറഞ്ഞത്. എന്നിരുന്നാലും മനസ്സ് തുറന്ന് ഒന്ന് എഴുത് എന്ന് ഇവിടെ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതുന്നത് എന്ന് അഭിഷേക് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മയ്ക്ക് എഴുതി ആ കത്തും വായിക്കുന്നുണ്ട്. അവസാനമായി ഞാൻ അമ്മയെ കണ്ടത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ അമ്മയ്ക്ക് ചുമ വന്നിട്ട് അമ്മ പോയിട്ട് ബ്ലഡ് തുപ്പുന്നതും അതൊക്കെയാണ് അവിടെ അഭിഷേക് പറയുന്നത്. കേൾക്കുന്ന നമുക്ക് മനസ്സിൽ ഭയങ്കര അധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. പിന്നീട് സ്കൂളിൽ മീറ്റിങ്ങുകൾക്കൊക്കെ എപ്പോഴും അച്ഛൻ തന്നെയാണ് വരാറ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഞാൻ മീറ്റിങ്ങിന് വരരുത് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരെല്ലാവരും പലരും വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പോവാറില്ല. കാരണം അവരും എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസ് അവരറിയും എന്നുള്ളത് കൊണ്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർക്കാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിഷേക് ആ കത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ അത് വായിച്ച സമയത്ത് പ്രേക്ഷകരുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ അഭിഷേക് പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. എൻ്റെ വിഷമങ്ങൾ ഞാൻ പുറത്തു പറയാനായിട്ട് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ്. എൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഞാൻ ഉള്ളിലൊതുക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. ഇവിടെയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി വീക്കായിരുന്നു, ഡൗൺ ആയിരുന്നു. 2-3 ദിവസം എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഇവിടെ ആകെ അതറിയാവുന്നത് സായിക്കാണ്, ബാക്കി ആർക്കും അറിയില്ല. ഞാൻ ബിഗ് ബോസിനോട് പോലും അത് ഞാൻ പറഞ്ഞിരുന്നില്ല. എനിക്കത് പുറത്തേക്ക് പറയാനായിട്ട് താല്പര്യമില്ല. പക്ഷേ അതെല്ലാം ഞാൻ റിക്കവർ ചെയ്ത് 2-3 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും എന്നാണ് അഭിഷേക് പറയുന്നത്. അതിൽ സാബുവിനിട്ട് ഒരു നല്ലൊരു കൊട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു അഭിഷേക്. ഇവിടെ വന്ന ഗസ്റ്റ് ആയാലും ശരി, ഇവിടെയുള്ള കണ്ടസ്റ്റന്റ് ആയാലും ശരി, എൻ്റെ ആ വീക്ക് പോയിന്റ് വെച്ച് അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആയ ആ സമയത്തുള്ള കാര്യങ്ങൾ വെച്ച് എന്നെ ഇല്ലാതാക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല. എനിക്കത് തിരിച്ചു വരാനായിട്ട് എനിക്കറിയാം. ഞാൻ തിരിച്ചു വന്നിരിക്കും. ആരെന്നെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത്. അതിൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് ആരും തന്നെ അത് പറഞ്ഞിരുന്നില്ല. അവിടെ പറഞ്ഞത് സാബു ആയിരുന്നു. സാബു അവിടെ അഭിഷേകിനെ അത്രയും മോശമായിട്ട് സംസാരിച്ചിരുന്നു. പാടത്ത് വയ്ക്കാവുന്ന ഒരു കോലം എന്നുള്ള രീതിയിൽ പോലും അഭിഷേകിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി ആയിട്ടാണ് അഭിഷേക് അത് പറഞ്ഞത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അഭിഷേക് പറഞ്ഞ ഒരു വാക്ക് എന്ന് പറയുന്നത്. ഞാൻ തിരിച്ചു വന്നിരിക്കും, എനിക്ക് ആര് വന്ന എന്ത് പറഞ്ഞാലും എന്നെ തളർത്താനാകില്ല എന്ന് അഭിഷേക് അവിടെ പറഞ്ഞ ആ ഒരു കാര്യം.